ഇപ്പൊ ലീഗിനോടാണ്. ഇവിടെ ലീഗിന്റെ പുറകെ കുറെ നടന്നാണ് ഇവര്. അവസാനം തങ്ങൾ വയനാട്ടിൽ വെച്ചൊരു പ്രസംഗം നടത്തി. തങ്ങൾ പറഞ്ഞു, UDF നിൽക്കാൻ 1000 കാരണങ്ങളുണ്ട്, LDF പോവാൻ ഒരു കാരണം പോലും ഇല്ലാതെ. അതിനേക്കാൾ മനോഹരമായൊരു സ്റ്റേറ്റ്മെന്റ് വേറെ ഉണ്ടോ? അതോടുകൂടി പിന്നെ ലീഗ് വർഗീയ പാർട്ടിയായി. ഇങ്ങനെയാണല്ലോ ഇവരുടെ രീതി. ഞങ്ങൾ ചോദിക്കുന്നു കേരളത്തിലെ പൊതുസമൂഹത്തോട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദുർബലമായാൽ ആ സ്പേസ്, ആ ഇടം ആര് കൊണ്ടുപോകും? ആരുടെ കയ്യിലേക്ക് പോകും? അപകടകാരികളുടെ കൈകളിലേക്ക് പോകും. ആ സ്പേസ്, അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകണം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിൽ കേരളത്തിലും രാജ്യത്തും സഹോദര ബന്ധമാണുള്ളത്. സഹോദര ബന്ധം ഒരുമിച്ചാണ്. ഞങ്ങളുടെ ഇപ്പൊ നിയമസഭയിൽ ചോദിക്കും, മന്ത്രിമാര് വന്നു, നിങ്ങൾ എന്ത് UDF ആണ്? ഘടകകക്ഷികളൊന്നും ഇല്ല, ഇല്ല, ഒറ്റ പാർട്ടിയാണെന്നു. ഇപ്പൊ ഒറ്റ പാർട്ടിയെ പോലെയാണ് UDF പ്രവർത്തിക്കുന്നത്. പഴയ UDF ഒന്നുമല്ല, ടീം UDF.